welcome back to a new video of Ophidian Fury Tech Editing Tutorials. അപ്പോൾ കുറേ കാലങ്ങളായി നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. എന്തിനെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ടാക്കണമെന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാഞ്ഞത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്ത തരം വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രൗസറിനെ പറ്റിയാണ്. ഒപ്പേറ GX എന്നൊരു ബ്രൗസർ ഉണ്ട്. റീസെൻ്റ്ലി ലോഞ്ച് ആണ്. കൃത്യം ഡേറ്റ് ആണ് എനിക്കറിയാൻ പാടില്ലെന്ന് ഇറങ്ങിയത്, പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഇറങ്ങിയത്. ഇത് ഒരു സാധാരണ ബ്രൗസർ അല്ല, ഇതൊരു ഗെയിമിംഗ് ബ്രൗസറാണ്. അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞേക്കാം. അപ്പോൾ ഈ ബ്രൗസറിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ കാണാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഒപ്പേറ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അത് സിമ്പിളായിട്ടുള്ള ബ്രൗസറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വൈഫൈയിൽ അങ്ങോട്ട് കണക്റ്റഡ് ആണെന്നാണ് അറിയാമല്ലോ. വൈഫൈ ഇല്ലാണ്ട് ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിലവിൽ ഞാൻ ക്രോമാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചോളുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്ത് അത് സെർച്ച് ചെയ്യണം. ഒപ്പേറ GX എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാലത്തേക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്ക്. ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഇത് നിങ്ങൾ ഈ റെഡിഷ് കളറിൽ ഇരിക്കണ ഈ ഒരു വെബ്സൈറ്റ് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക. കാണിച്ച് ഒപ്പേറയിൽ പല പല സൈറ്റ്സ് ഉണ്ട്. ഒപ്പേറ കുറേ ബ്രൗസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒപ്പേറ GXന് ഇങ്ങനത്തെ ഒരു ബ്രൗസർ ഫോർ ഗെയിമേഴ്സ് എന്നുള്ള ഇത് രീതിയിട്ടുണ്ടായിക്കാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഡയറക്റ്റ് ഡൗൺലോഡ് ഒപ്പേറ GX എന്ന് നിൽക്കുക. നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഇവിടെ ഫയൽ ഡൗൺലോഡ് ആയി തുടങ്ങേണ്ടത് ഒരു EXE ഫയലാണിത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഒപ്പേറ ബ്രൗസർ ഉണ്ട്. നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കാണ്ട് ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനത്തെ ഇവിടെ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടാൻ പോകുന്നത് നേരെ ഇത് അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കാം ഫോർ റെഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്രൗസർ ഇപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞിരിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒപ്പേറ ബ്രൗസർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇനി അറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത് മറ്റു ബ്രൗസറുകളെക്കാളും കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് ഗെയിമിംഗ് ബ്രൗസർ നോൺ ബ്രൗസർ അല്ല, അത് വേൾഡ്സ് ഫസ്റ്റ് ഗെയിമിംഗ് ബ്രൗസറാണ്. ഗെയിമേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ടാസ്ക് ബാറോട് കൊണ്ടുവരാവുന്നതാണ്. അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല ആദ്യം കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ബൈ ഡിഫോൾട്ട് ഉണ്ടാവാൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് എങ്ങനെ ചെയ്യാമെന്ന് ഇത്ര കാണിച്ചു തരാം. ഇത് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടാകുന്നത് സാധാരണ ബ്രൗസറിന് ഇത്രയും കൂടുതൽ കസ്റ്റമൈസേഷൻസ് ഒന്നും ഉണ്ടാവാത്തധികം ഒട്ടുമിക്ക ബ്രൗസറുകളിലും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ സൈഡിൽ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സ് മെനു കാണാം. ആ സെറ്റിങ്സും ജസ്റ്റ് നിൽക്കുക. സെറ്റിങ്സ് നിൽക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ GX എന്നുള്ളൊരു സെക്ഷൻ കിട്ടും. ആ GX എന്നുള്ള സെക്ഷനകത്ത് നിങ്ങൾക്ക് ശരിക്കും ബേസിക്കലി ബ്രൗസറിൻ്റെ കസ്റ്റമൈസേഷൻ സെക്ഷനാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗസർ കിട്ടും. ഈ ലൈൻസിൻ്റെ കളർസ് ഷെയ്ഡൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു പുതിയൊരു ഷെയ്ഡ് ഡയറക്റ്റ് ഉണ്ടാകും. അതിന് കസ്റ്റം എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഇതിന് ഓൾറെഡി കസ്റ്റമൈസ് വെച്ചേക്കുന്നുള്ള കസ്റ്റം ലേഔട്ട് ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് കൺഫിഗറേഷൻ വെക്കുക. കൺഫിഗറേഷൻ നിങ്ങൾക്ക് ഇത്രയും കുറേ കളർ സ്കീംസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏത് നോക്കിയാലും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഒരു പ്രോബ്ലം ഇല്ല. അതുകഴിഞ്ഞിട്ട് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷെയ്ഡ്സൊക്കെ മാറ്റാൻ പറ്റുന്നത് വളരെ സിമ്പിളായുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ കളേഴ്സൊന്നും അല്ല വേണ്ട. പകരം നിങ്ങൾക്ക് അഡീഷണൽ ഒരു കസ്റ്റമൈസേഷൻ വേണം കളറില്ല. എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ
ആഡ് നിങ്ങൾക്ക് ഇവിടുന്ന് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ എന്നുള്ളത് ഇതിൻ്റെ വാൾപേപ്പർ തന്നെയാണ്. ഓഫ്കോഴ്സ് ഇതിപ്പോൾ നമുക്ക് ധാരാളം പ്രീസെറ്റ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഇവിടെ ഹോം സ്ക്രീനിൽ കാണുന്ന അതേ വാൾപേപ്പർ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതേ വാൾപേപ്പർ തന്നെ വന്നിട്ടുണ്ട് ഹോം സ്ക്രീനിൽ കിടക്കണം. അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വാൾപേപ്പർ വേണമെങ്കിൽ ഇവിടെ ആഡ് യുവർ വാൾപേപ്പർ എന്നുള്ള സെക്ഷനിൽ പോവുക. പക്ഷെ നിങ്ങളുടെ എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ വാൾപേപ്പർ ആഡ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി എൻ്റെ ചാനൽ ലോഗോയാണ്. സോറി, ഇത് വാൾപേപ്പർ ഉണ്ടാക്കി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിനായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. എന്നിട്ട് ആ വാൾപേപ്പർ നിങ്ങൾക്ക് കളയാൻ ഇവിടെ ജസ്റ്റ് ഇൻഡു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വീസ് വാൾപേപ്പേഴ്സിൽ ആ വാൾപേപ്പർ പോകുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യാം. നമ്മളുടെ വാൾപേപ്പർ നല്ലൊരു നീറ്റായിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മറ്റൊരു ഇവിടെ നമുക്ക് കുറേ കാലണ്ടേഴ്സ് കിട്ടുന്നുണ്ട് ബൈ ഡിഫോൾട്ട് ഹോം സ്ക്രീനിൽ തന്നെ. ഈ കാലണ്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന ഗെയിംസ് ഗെയിമിൻ്റെ ഗെയിമിൻ്റെ ഓഫറാണ്. അതുകൊണ്ട് ഗെയിംസിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുമായിട്ട് ബന്ധമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നെക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലോട്ട് പോകണം, അതിൻ്റെ ആ ഒരു വെബ്സൈറ്റിലോട്ടേക്ക്. കണ്ടിപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ വെബ്സൈറ്റ് പോയേക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ അതിനെ ഗെയിംസ് വെച്ചിട്ടോ സംസാരിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ അടുത്ത ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ആനിമേഷൻസ് അങ്ങോട്ട് ഡിസൈഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ GX അത് ഒട്ടുമിക്ക PCs ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ബ്രൗസർ സൗണ്ട്സും പിന്നെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് ചെയ്തത് ടൈപ്പിംഗ് ആ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ശബ്ദത്തിന് ടാബ് ഓപ്പൺ, ടാബ് ക്ലോസ്, അത് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവിടെ സൗണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാമെന്നുള്ളത്. നിലവിൽ ഇപ്പോൾ അതിൻ്റെ അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അഡീഷണൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ട്. ഇതിനെ വോളിയം ലോ ആക്കി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കേൾക്കാൻ പറ്റാത്ത വോളിയം കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക റേഡിയൻ്റ് എന്നുള്ള ഇതാണ്. ജസ്റ്റ് മ്യൂസിക് മാറ്റി കേൾപ്പിച്ചാൽ കേട്ടോ. ഇത് ഈ ബ്രൗസറിൻ്റെ അകത്താനുള്ളൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ സൈലൻസിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. വോളിയം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കത് ഓണും ഓഫൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓഫ്കോഴ്സ് VPN എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾക്ക് VPN ഇവിടുന്ന് ഓണാക്കുന്നതിനേക്കാളും ഭേദം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഷോർട്ട് കട്ട് ട്രിക്കാണ്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിന് ഇടയ്ക്ക് വെച്ചാണ് ബ്രൗസിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് വെച്ചാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയി നിഷ്കണ്ടതായി ഇവിടെ കണ്ടത്. ഇവിടെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഈ 3 ലൈൻസ് കാണുന്നതാണ്. അത് ഈസി സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇതിനകത്ത് ജസ്റ്റ് ഏറ്റവും താഴോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ VPN എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അത് എനേബിളിങ് സെറ്റിംഗ്സ് ഡയറക്റ്റ് സെറ്റിങ്സിൻ്റെ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷനിലോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ബ്രൗസിങ്ങിൻ്റെ സമയത്ത് VPN അത് കണക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ ഓഫ് ചെയ്യാനേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. കാരണം അതിൽ അറിയാലോ VPN ഉണ്ടായിരിക്കുമ്പോൾ സ്പീഡ് സ്ലോ ആയിരിക്കും കുറച്ചുകൂടി അത് ബ്രൗസിങ് സമയത്ത്. അപ്പോൾ സെർച്ചിങ്ങിൻ്റെ സമയത്ത് മാത്രം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഓഫും കൂടി ചെയ്തിട്ട്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാലോ എപ്പോഴും VPN ഓണാക്കി വെക്കണ അത്രയ്ക്ക് ഇത് അല്ല, നെറ്റിന് സ്പീഡിൻ്റെ അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന ഹാർഡ്വെയർ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞൊരു റെസ്ട്രിക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്കാണ് ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. അതാണ് സൈറ്റ് സെറ്റിംഗ്സ്.
സൈറ്റ് സെറ്റിംഗ്സ് പോയി നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സിനാണെങ്കിലും ബേസിക്കലി ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക്കലി. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത് അതിനകത്ത് നമ്മൾക്ക് നമ്മുടെ മൈക്കും ക്യാമറയും വല്ലതും ആരും കാണണ്ട. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മൈക്ക് ക്യാമറ ഓൺ ആക്കാൻ പാടില്ല, ഓഫാക്കാം എന്നുള്ളൊരു ഇതാണ്. നമുക്കിവിടെ അല്ലാവുന്നതിൻ്റെ പകരം ഇവിടെ ക്യാമറയിനകത്ത് ജസ്റ്റ് ബ്ലോക്ക് നിൽക്കുന്നത്. പിന്നെ ആരും ശ്രമിച്ചാലും ക്യാമറയോ മൈക്കോ ഒന്നും ഓൺ ആവാൻ പോകുന്നില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പലവെച്ചെടുക്കാം, കാരണം ഞാനെനിക്കുണ്ടെങ്കിൽ പിന്നെ മറന്നു ചിലപ്പോൾ. അതുപോലെ നിങ്ങൾക്ക് ഒട്ടനേക ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട് ക്രിപ്റ്റോ സഹിതം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ഫുൾ കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷനാണ് ഈ ഒരു ബ്രൗസറിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടുന്നത്. പിന്നെ ഫോൺ സൈസ് ഇതൊക്കെ അത് നിങ്ങളനുസരിച്ച്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതല്ലാണ്ട് വേറെ ചില ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെടാൻ പോകുന്നത്, അതിനെപ്പറ്റിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുന്ന നെറ്റ് ഫുള്ളും അങ്ങോട്ട് ഊർത്തെടുക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ്. പിന്നെ അതിനകത്ത് നല്ല സൈസ് കൂടിയ ഫയൽ ടൈപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലത്തെ സൈറ്റുകളിലൂടെ നിങ്ങൾ ഓൺലൈൻ മീറ്റിംഗ്സ് ചെയ്യാനാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വൈഫൈയിലൂടെ നല്ലോണം നെറ്റ് ഊറ്റുന്നതാണ് കമ്പ്യൂട്ടർ. കിട്ടുന്ന നെറ്റ് ഫുള്ള് ഊറ്റെടുക്കും, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത്ര. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒപ്പേറ GX എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് GX കൺട്രോൾസ്. ഇത് നിങ്ങൾക്കിവിടെ ടോപ്പിൽ തന്നെ കാണുന്നതാണ്. ആ GX കൺട്രോൾസ് ഒന്ന് നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഇവിടെ നെറ്റ്വർക്ക് ലിമിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. മോസ്റ്റ്ലി എനേബിൾ ചെയ്ത് വെക്കണേക്കല്ല, നെറ്റിന് പിശിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നെറ്റിന് പിശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഓരോ റെസല്യൂഷനിലുള്ള വീഡിയോസിനും എക്സെപ്റ്റ് 720p ആൻഡ് 144p അതൊക്കെ ഒഴിച്ച് മേജർലി ആൾക്കാർ ഉപയോഗിക്കുന്ന റെസല്യൂഷൻസിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് സ്പീഡ് പ്ലാൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ബേസിക്കലി യൂട്യൂബ് വീഡിയോസിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോൾ നമുക്ക് 4K വീഡിയോ ഉണ്ടെങ്കിൽ 5 Mbps 40 Mbps അതിന് മേലെ ആടെ നെറ്റ് പോകത്തില്ല. മാക്സിമം 40 Mbps പോകും. അങ്ങനെ വീഡിയോ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും താഴെ വീഡിയോ കോൾ സെക്ഷൻ കാണാം. ആ വീഡിയോ കോൾ സെക്ഷൻ നിങ്ങൾക്ക് 64 kbps 512 kbps ആണ് കിട്ടുന്നത്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റഡ് ഡാറ്റയുള്ള ആൾക്കാർക്കായിരിക്കും. എന്നെ കുറിച്ച് കുറേ ആൾക്കാരുണ്ടാവും, അവർക്ക് നെറ്റ് അധികം കിട്ടാത്തത്, വൈഫൈ ഇല്ല, ഹോട്ട്സ്പോട്ടിലൂടെയാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ചില ആളുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ ഞാൻ പറയാൻ പോകുന്നത്. 64 kbps 512 kbps അതായത് മൊബൈലിലായിട്ട് അധികം സ്പീഡ് ഉണ്ടാവില്ല. അത് അൺലിമിറ്റഡും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തീരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്തൊക്കെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ 1 Mbps എങ്ങാനും പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നെറ്റ് ഫുള്ള് തീരുന്നുള്ള വേഗം ഉറപ്പാണ്. അതെന്തെങ്കിലും നല്ല എഫക്റ്റീവ് ആണ്, നല്ലോണം വർക്ക് ചെയ്തത്. പക്ഷേ ഇതിന് ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പോലെ ഡൗൺലോഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ഫയലാണ്. നിങ്ങളുടെ നെറ്റിന് ഒരു കുഴപ്പമില്ല, എത്ര നെറ്റ് വേണമെങ്കിലും ഉണ്ട് ചിലവാക്കാൻ, നല്ല സ്പീഡും ഉണ്ട്. എന്നാൽ നിങ്ങൾ ഈ നെറ്റ്വർക്ക് ലിമിറ്റർ ഓണാക്കി വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഈ ബ്രൗസറിൽ വെച്ച് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്പീഡ് നല്ലോണം സ്ലോ ആയിട്ടേക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ആക്ച്വൽ സ്പീഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ഡിഫറൻസ് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഫീച്ചറിലോട്ട് പോവുകയാണ്. അതിന് താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാം ലിമിറ്റർ എന്നുണ്ട്. ഇപ്പം ബ്രൗസറിനൊന്നും അധികം റാമൊന്നും ആവശ്യമില്ലെന്നാണ് എനിക്കെന്തായാലും റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അതായത് ഇത് ബ്രൗസറിന് ഇപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടല്ലേ നമ്മൾ കാണുന്നത്, എല്ലാം ഓൺലൈനാണ്. അപ്പം അധികം റാം ഉപയോഗിക്കാണ്ടിരിക്കുന്നത് നല്ലത്. പക്ഷെ എങ്ങാനും അങ്ങോട്ട് ചിലപ്പോൾ ഓവർ റാം ബ്രൗസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് ലാഗ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ റാം ലിമിറ്റർ ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം റാം എത്രയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അത് സ്വയമായിട്ട് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്, എത്ര റാം ഉപയോഗിക്കണമെന്ന്. നിങ്ങളുടെ താഴെ ഹാർഡ് ലിമിറ്റ് നിൽക്കുകയാണ്. ഈ ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് ഒരിക്കലും ബ്രൗസർ റാം യൂസ് ചെയ്യുന്നതല്ല. ഒരു കാരണവശാലും അതിനെ എക്സീഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ PC ലാപ്ടോപ്പ് എന്താണെന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ CPU ലിമിറ്റർ ഇവിടെ ഉണ്ട്. ആ CPU ഇത്രയും CPU മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാം.
പിന്നെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്കോഡ് അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിസ്കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ഓൺലൈൻ വെബ് വേർഷൻ ആണത്. വാട്സാപ്പ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഇപ്പം നിങ്ങൾ ഡിസ്കോഡ് യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ വാട്സാപ്പ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വെബ് വേർഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് സെർച്ച് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ എപ്പോഴും കിടക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ ഒരു മൈ ഫ്ലോ എന്നുള്ള ഓപ്ഷൻ വേറെ എക്സ്ക്ലൂസീവ് ഫീച്ചറാണത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു ആരോ ആണ് ആക്ച്വലി മൈ ഫ്ലോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഐറ്റമാണ്. ഇത് ആക്ച്വലി ഫയൽ ഷെയറിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ഫോണും കമ്പ്യൂട്ടറും തമ്മിലും ഒരു കമ്പ്യൂട്ടറും മറ്റു കമ്പ്യൂട്ടറും തമ്മിലുള്ള ഫയൽ ഷെയറിങ്ങിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് എങ്ങനെ കണക്ട് എന്ന് വെച്ചാൽ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ കണക്ട് ഫോൺ ഒന്നെങ്കിൽ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ഇൻ കേസ് QR കോഡ് സ്കാൻ ആവുന്നില്ലെങ്കിൽ മാനുവൽ എടുത്ത് പിന്നെ ഇവിടെ ഈ കാണുന്ന കോഡ് ജസ്റ്റ് ഒന്ന് അടിച്ചു സെക്കൻഡ് എന്താവുന്ന കോഡ്. അപ്പോൾ പെട്ടെന്ന് അവിടെ അടിക്കുക കറക്റ്റ്. ഇതേപോലെ തന്നെ റെഡ് ബ്ലൂ കളറിനൊന്നും മൈൻഡ് ചെയ്യണം, അത് ഓട്ടോമാറ്റിക് റെഡ് ബ്ലൂ അതായിക്കോളും നമ്മൾ ഫോണിലൂടെ അടിക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഷെയർ ചെയ്യണം. പക്ഷേ ഷെയറിങ്ങിൻ്റെ കാര്യം ചെയ്യുന്നത് വയർലെസ് ഷെയറിങ് ആണെങ്കിലും ഇത് വൈഫൈയിലൂടെ അല്ല ഷെയർ ചെയ്യണത്. ഇത് മൊബൈൽ ഡാറ്റയും അല്ലെങ്കിൽ പറയാം ഇൻ്റർനെറ്റിലൂടെ ഷെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ടെലഗ്രാം അതേപോലെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. എത്ര വലിയ ഫയൽ വേണമെങ്കിലും ഷെയർ ചെയ്യാം, പക്ഷേ ഇത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്താണ് ഷെയർ. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൾട്ടിപ്പിൾ യൂസറിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ലതാണ്. പക്ഷേ നല്ല നെറ്റ് ഊർത്തുന്നത് ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വാച്ച് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് നേരെ താഴെ തന്നെ ഇവിടെ ഹിസ്റ്ററി ഓപ്ഷൻ കൂടി കിട്ടുന്നതാണ്. അതിനെ കാണിക്കുന്നില്ല, പ്രൈവറ്റ് ആണല്ലോ. പിന്നെ നമ്മൾക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ കലണ്ടർ വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടി ആ സെറ്റിങ്സിനൊക്കെ ഇവിടെ ബാക്കിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ ആ കലണ്ടർ നമുക്ക് പോകുന്നതാണ്. അത് നമ്മൾ ഓണാക്കി പിന്നെ സ്ക്രീൻ 2021 അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. അത് നോക്കാം, അതുകൊണ്ട് താഴെ ഉണ്ടാകുന്ന ലിസ്റ്റ് പോയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത് ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ കളയുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ഫീച്ചർ നമുക്ക് ഇത് ഇവിടെ തന്നെ കിട്ടുന്നത്. ഇത് ഞാൻ ഓൾറെഡി കുറച്ച് മുമ്പ് കാണിച്ചതാണ്. ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഷോർട്ട് കട്ടാണ്. ഒരു ഫ്ലോട്ടിങ് ഷോർട്ട് കട്ട് പോലെയാണ് ആ സെറ്റിങ്സിൻ്റെ മെയിൻ സാധനങ്ങളിലേക്ക്. ഇതിപ്പോൾ ഈ എക്സ്പോണർ സൈഡ് ബാർ ഇവിടെ ഈ ടോപ്പിൽ കാണുന്ന ഇത് ആ സാധനം നേരെ സൈഡ് ബാറിലോട്ട് കയറി കാണിച്ചത്. അതായത് ഇപ്പം അവിടെ നിന്ന് മാറി ഇവിടെ കയറി. അപ്പോൾ അത് മാത്രമാണ് ഇതിൻ്റെ ആ ഒരു പർപ്പസ് ഉള്ളത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡ് ബാർ അത് എനേബിൾ ചെയ്യാണ്ടിരിക്കുന്നതാണ്. ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ഒപ്പേറ ബ്രൗസറിനെ പറ്റി. ഓക്കെ, സോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഈ ആഡ് ബ്ലോക്ക് എന്നുള്ള ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ബൈ ഡിഫോൾട്ട് ഇൻബിൽറ്റ് ഓൺ ആയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇൻ കേസ് ഓൺ അല്ലെങ്കിൽ അതും കൂടി ഓൺ ആക്കുക. സെറ്റിങ്സ് തന്നെ കിടക്കുന്നുണ്ട്, അതിനെ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. ആഡ് ബ്ലോക്സ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് ആഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് ആഡ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പോപ്പപ്സും പരമാവധി നല്ലോണം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും പോവുക ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.